നമസ്കാരം. ഇന്ന് 14 ജൂൺ 2025. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന് എൻ്റെ വീഡിയോയിലെ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇതാണ് എനിക്ക് നിങ്ങളോട് താഴ്മയായിട്ട് പറയാനുള്ളത്. അപ്പോൾ കഴിക്കാത്ത കഷായം കൊണ്ട് 5 മണിക്കൂർ നേരം കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ നേരം കൊണ്ട് വെരിക്കോസാണ്. അതായത് നമ്മളെ എല്ലിൻ്റെ ഉള്ളിലുള്ള ദശ പഴുക്കുന്ന രോഗമാണ് പ്രമേഹ രോഗത്തിന് കാരണം. ഇതിന് പല ഘട്ടങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ലാത്തതിൻ്റെ കാരണം എൻ്റെ രീതി വെച്ച് ഇംഗ്ലീഷ് മരുന്നുകാർ നോക്കണ്ട. അതുപോലെ നിങ്ങൾ ചിന്തിക്കണം, ഈ കഴിക്കാത്ത കഷായം ഉപയോഗിച്ച് 1 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ നിങ്ങളുടെ രോഗം മാറ്റിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ ഇതിന് ലോകത്ത് എവിടെ പോയിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ലോകരാജ്യത്ത് ഒരു സ്ഥലത്തും ഒരു തരത്തിലും നിലവിലില്ലാത്തതാണ്. ഇവിടെ തണ്ടൽ മുറിഞ്ഞ എല്ല് പൊട്ടിയ ആളുകളെ കാലങ്ങളായിട്ട് ഇവരെ ചികിത്സ ചെയ്തുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ളപ്പോഴാണ് തണ്ടൽ പൊട്ടിയ ഏത് എല്ല് പൊട്ടിയാലും 2 മണിക്കൂർ നേരം കൊണ്ട് സുഖപ്പെടുത്താം. നമുക്കൊരു ടൈമുണ്ട്, പുലർച്ചെ 4 മണി മുതൽ രാവിലെ 8 മണി വരെ. അതേമാതിരി വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ ഒരു ടൈമുണ്ട്. അതായത് ഇതിൽ എല്ല് പൊട്ടുക, വീണടി പറ്റുക, 1/2 മണിക്കൂർ നേരം കൊണ്ട് നമ്മളുടെ വേദന മാറ്റുക, ആ വിഷമം മാറ്റുക, തൽക്കാലം എണിച്ച് ഉപയോഗിക്കാനാവുക. ഇതാണ് എൻ്റെ ചുറ്റുപാട്. ഞാൻ അതാണ് ചെയ്തു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഇംഗ്ലീഷ് മരുന്നുകാരെ കണ്ടിട്ടോ, ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ളവരെ കണ്ടിട്ടോ, പൈസ ഉള്ളവരെ കണ്ടിട്ടോ നിങ്ങൾ നിൽക്കണ്ട. പൈസ ഉള്ളവൻ ആർക്കാ പൈസ ഉണ്ടാവുമെന്നറിയോ? 10,000 ചേറ്റത്തരം. അല്ലാണ്ട് ഒരു മര്യാദക്കാരന് 1 രൂപ ഉണ്ടാവില്ല. ഒരൊറ്റ മര്യാദക്കാരനും സത്യസന്ധമായിട്ട് 1 രൂപ സമ്പാദിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ അതുപോലെയുള്ളത് സഹായിക്കണം. നിങ്ങൾ മരുന്നില്ല എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനെ പുച്ഛിക്കരുത്. ഇവിടുത്തെ ആംബുലൻസ് ഓടുന്നത് കംപ്ലീറ്റ് നിങ്ങളെ കൊല്ലാനുള്ളതാണ്. മുഴുവൻ ഇംഗ്ലീഷ് മരുന്ന് ആശുപത്രി നിങ്ങളെ കൊല്ലാനാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ ഫുള്ളായിട്ട് നിങ്ങളെ നശിപ്പിക്കാനും കൊല്ലാനുമുള്ളതാണ്. ഇവരുടെ അടുത്ത് ഒരു മര്യാദയും നിങ്ങൾക്ക് കിട്ടില്ല. ഒരു വിദ്യാഭ്യാസം പഠിച്ച ഒരാളും ഇവിടുത്തെ പുതിയൊരു ഉൽപ്പന്നം കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ പട്ടിണി കിടന്നവരെ ഉണ്ടാക്കി വെച്ച എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ തലയിൽ വന്നിട്ട് അവൻ വലിയ ആളാവാണ്. അത് പൂഞ്ഞാറിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് ലോകത്തോട് പറയാനുള്ളത്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ആ ഫോണിൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ വസ്ത്രം വിട്ടിട്ടാണ് ഇരിക്കുന്നത്? എന്നോടൊത്ത് കൂടണം. ഈ വിദ്യാഭ്യാസം ഉള്ളവർ ഒരാളും ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരു വിദ്യാഭ്യാസമുള്ളവനെ നിങ്ങൾ കണക്കൂട്ടില്ല. അവർ എന്നും നാടിന് ചേട്ടത്തര ചെയ്തുള്ളൂ. ഞാൻ അവരോട് ഓരോ ആളുകളോടും ചോദിക്കുക, ഇവിടെ ജനിച്ച കുട്ടികൾ ജോലി ചെയ്യാൻ എന്താ ചെയ്യുക? അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? മരുന്ന് വേണ്ടേ? ഇതിനെന്താ അവർ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഇതിന് ഉത്തരം പറയാൻ കഴിയവർക്ക് ഏത് വാർഡിലാണ് 50 കോടി ആളുകൾ ജോലി ചെയ്യുന്നവരുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആരുടെ കാര്യമാണ് ഇടതുപക്ഷം വന്നിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ശരിയാക്കി കൊടുക്കുന്നത്? അനവധി കാലമായിട്ട് ഈ തീവ്രവാദികളുടെ പേരിൽ ഒരു കേസ് പോലും പോലീസ് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. 30% നല്ല പോലീസുകാരൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് പ്രയോജനം? ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ പിന്നെ ചെയ്യാൻ കഴിയുന്ന എനിക്കാ, മറ്റുള്ളവർക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? ഇവിടെ കോൺഗ്രസ് ഗവൺമെൻറ്, ഞാൻ വിചാരിച്ചത് കോൺഗ്രസ്സുകാരിൽ കുറേ നല്ല ആൾക്കാരുണ്ടെന്നാണ്. ഭൂലോക ചെറ്റകളാണ് പറഞ്ഞത്. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഭൂലോക ചെറ്റകളാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നല്ല ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇവർ വലിയ ഐറ്റങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. മനഃശാസ്ത്രം എന്ന് പറഞ്ഞ സാധനമില്ല. ഈ വെറും മറ്റുള്ളവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കളവ് നടത്തുക, അത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് മറ്റേത് രക്തം വലിക്കണ മാതിരി വലിക്കുക. നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ ഒരിക്കലും നേഴ്സിംഗ് പഠനത്തിന്, ഡോക്ടർ പഠനത്തിന് വിടരുത്. അത് അവരെ നാശം ചെയ്യാനാണ്. മനസ്സിലായില്ലേ? മുഴുവൻ നാശം ചെയ്യാനാണ്. ഇപ്പോൾ കൊച്ചിയിലേക്കൊന്നും നിങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ കുട്ടികളെ വിടരുത്. തിരുവനന്തപുരത്തേക്ക് വിടരുത്, മദ്രാസിലേക്ക് വിടരുത്, കാസർഗോട്ടേക്ക് വിടരുത്, പിന്നെ കർണാടകയിലേക്ക് വിടരുത്. അതൊക്കെ നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ. നിങ്ങളുടെ പെൺകുട്ടികൾ ഈ ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടിയാവാനുള്ള ലൈസൻസാണ് ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മാറണം. നിങ്ങളുടെ പരിസരത്തുള്ളൊരു വിദ്യാലയത്തിൽ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് നേടി എന്നിട്ട് അതിൻ്റെ ഭാഗത്ത് പോകണം. 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 5ാമത്തെ കിലോമീറ്ററിലേക്ക് നിങ്ങൾ കിടക്കരുത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടുത്തെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ ജോലിയോ വിദ്യാഭ്യാസത്തിനോ കുറവുണ്ടെങ്കിൽ
അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മോശമാണെന്ന് നിങ്ങൾ ഉറക്കെ പറയാൻ തയ്യാറാവുക. അല്ലാണ്ട് മറ്റ് ഫോം വഴികൾ ഇല്ല കാര്യത്തിന്. ചിന്തിക്കുക, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് ഫോം വഴികളില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്ന കഴിവുകൾ ചെയ്യണം. വാക്കുകൾ കൊണ്ട് മുസാവറ ചെയ്യണം. മറ്റുള്ളവനക്കൊരു ദുരിതം വരുമ്പോൾ നമ്മൾ കൈയൊട്ടിച്ചിരിക്കരുത്. അതിന് പകരം നമ്മളൊക്കെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കണം. ഈ സഹായം എന്നത് ഒരു മണിക്കൂറിൽ 500 കോടി രൂപ കൊടുക്കുക എന്ന് കണക്കാക്കരുത്. കേരളത്തിൽ അങ്ങനെ ഒരു തരാറുണ്ട് ഇവിടുത്തെ മലയാളികൾക്ക്. മലയാളികൾ എന്ന പേരല്ല ഉള്ളത്, മലനാരികൾ എന്നാണ്. മനസ്സിലായില്ലേ? 1-2 ആളുകൾ നല്ലത് ചെയ്തുകൊണ്ട് ഇവിടെ കാര്യമില്ല. ഇവിടെ ചെറ്റത്തരം ചെയ്യാനാ. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കും, നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന്, മദ്യപാനം, ലോട്ടറി, ഇതുകൊണ്ട് ആർക്കാ മെച്ചം? നമ്മളുടെ വീട്ടമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും മക്കളെയും അടിച്ചു കൊല്ലാൻ ഇടവരുന്ന ഒരു സാഹചര്യമല്ലേ ഇതുകൊണ്ടുണ്ടാകുന്നത്? അതിട്ട് എന്താ നേട്ടം? ഇത് വിവരക്കടല്ലേ ശരിക്കും ചെയ്യുന്നത്? ഈ മദ്യപിച്ച് സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ, സ്വന്തം ഭാര്യയുടെ പേരിൽ കുതിര കയറുന്നതും അവരുടെ ഭക്ഷണം അട്ടിമറിക്കുന്നതും തെറ്റല്ലേ? സ്വന്തം മക്കളെ ലൈംഗികമായിട്ടും അല്ലാതെയും നാശം ചെയ്യുന്നത് മോശമല്ലേ? ഈ മദ്യപാനം, MDMA ഉപയോഗം, MDMA ഉപയോഗിക്കാത്ത ഒരു ഡോക്ടറെ ഇംഗ്ലീഷ് മരുന്നിൽ നിങ്ങൾ കാണിച്ചു തരുമോ? ഒരു ഡോക്ടറെ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിൽ കാണിച്ചു തരുമോ? ആരാ ഡോക്ടർ മരുന്ന് കണ്ടുപിടിച്ചാണ്? ഇവനെ ഏത് മരുന്നാണ് കണ്ടുപിടിച്ച്? ഇതൊന്ന് ചോദിക്കുക നിങ്ങൾ. അതിന് ശരിയാവും. മരുന്ന് കണ്ടുപിടിക്കണം. കടലാസിൽ എഴുതി പഠിച്ചുകൊണ്ടൊന്നും ഡോക്ടറാവില്ല. അതുകൊണ്ട് ആ പണിയും പറയണ്ട, അതും പറയണ്ട, നടക്കില്ല. നടക്കാത്തതിൻ്റെ കാരണം പാരമ്പര്യമില്ലാത്തത് കൊണ്ടാണ്. പാരമ്പര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? പാരമ്പര്യത്തിന് ഒരുപാട് ചുറ്റുപാടുകളുണ്ട്. ഇവിടെ നെൽപ്പാടങ്ങളിൽ പണിയെടുക്കുന്ന ആ മണ്ണിൽ ഊരാടുന്ന ഒരു കൃഷിക്കാരൻ്റെ അവിടേക്ക് പോരാൻ ഒരു MBBSൻ്റെ മുകളിലുള്ള ഏത് MDക്കും നടക്കില്ല. എന്താ കാരണം? അത്ര കൂടുതൽ അറിവുണ്ട്. കാലുമ്പോൾ മുള്ളു കുത്തിയാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. എന്നിട്ട് അവനെ ചൂഷണം ചെയ്തിരിക്കുക. നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ. ഞങ്ങളെന്താ ചെയ്യണത്? ഇവരെ കൊല്ലുക. അതായി ഞങ്ങൾ ചെയ്യുക. ഈ ഞങ്ങളെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളെ നശിപ്പിക്കുക, കൊല്ലുക എന്നാണ്. അല്ലാതെ ബാക്കിയുള്ളതല്ല. സ്വയം പര്യാപ്തത വേണം. അതുപോലെ എല്ലാ വീടിനും സ്വയം പര്യാപ്തത, അതായത് 10 ഗ്ലാസ് 8 അടി നീളം 4 അടി വീതിയുള്ള ഗ്ലാസ്സിൽ നിന്ന് വൈദ്യുതി എടുത്ത് ഒരു നമ്മളെ ഡൈനാമ്, അതായത് 4.5 മണിക്ക് റിമോട്ടിൽ വർക്കാവുന്ന ഒരു ഡൈനാമ്, അതിൻ്റെ ഒരു ബാറ്ററി ഉണ്ടാക്കി നിങ്ങളുടെ പരിസരത്തുള്ള 4 വീടിന് നിങ്ങൾ ബൾബ് കത്തിക്കാനും അവൻ്റെ അത്യാവശ്യ കാര്യത്തിന് നിങ്ങൾ കറണ്ട് കൊടുക്കണം. അത് പൈസക്കല്ല. നിങ്ങളുടെ വീട്ടിൽ 4 കുടം വെള്ളം, 2 കുടം വെള്ളം നിങ്ങളുടെ കിണറ്റിലുണ്ടെങ്കിൽ അത് 4 വീട്ടുകാർക്ക് കൊടുക്കണം. കാരണം അത് നിങ്ങൾ കോരി കൊടുക്കണ്ട, അവരോട് എടുത്തോളാൻ പറഞ്ഞാൽ. നിങ്ങൾ കോരിയിട്ട് കൊണ്ടുപോയി കൊടുക്കൊന്നും വേണ്ട. അവരോട് മോട്ടർ വെച്ചെടുത്തോളാൻ പറയാം, അല്ലെങ്കിൽ അവരോട് കോരി ഉപയോഗിച്ചോളാൻ പറയാം. നിങ്ങളതിന് സൗകര്യം ചെയ്ത് കൊടുക്കുക. ഗേറ്റുകൾ പൂട്ടിലേക്ക് പോകുമ്പോൾ അവരോട് പറയണം, അവർക്ക് തുറന്നടക്കാവുന്ന ഗേറ്റേ വെക്കാവും. എന്താ കാരണം? പൊതുജനം ഉപയോഗിക്കുമ്പോൾ പൊതുജനത്തിന് ഒരു താറാറുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. കേരളത്തിലെ മലയാളികളും എല്ലാവരും വിവരമില്ലാത്തവരാണ്. അതായത് നടന്നു പോകുന്ന ഗേറ്റ് അടക്കില്ല, എന്നിട്ട് മറ്റുള്ളവനെ കുറ്റം പറയും. ആംബുലൻസിൽ പോയിട്ട് ആ രോഗിനെ കൊണ്ടുപോകാനുള്ള ആംബുലൻസിൽ അതിൽ കൊണ്ടുപോകുന്ന കൊലയാളികളെ. അതുപോലെ തന്നെ ആശുപത്രിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് കൂക്കി വിളിച്ച് പോവുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. അതായത് പോലീസിൻ്റെ കഴിവുകേട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതേപോലെ നമ്മളെ പഞ്ചായത്ത് മെമ്പർമാരെയും MLAമാരെയും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും അവർ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പിടിച്ച് കെട്ടണം. ആൾക്കൂട്ടം പിടിച്ചാണ് കെട്ടണവനെ. പിടിച്ച് കെട്ടിയിട്ട് നല്ല എരിവുള്ള മുളക് അവൻ്റെ കണ്ണിലും മുട്ടയിലും എഴുതണം. അതാണായാലും പെണ്ണായാലും ചെയ്യണം. ആ വസ്ത്രം അവിടെ വെച്ച് കത്തിച്ച് കളയണം. ഇങ്ങനെ നിങ്ങൾ കുറേ രംഗത്ത് വന്നാൽ മാത്രമേ ഇവിടെ തയ്യാറാവൂ. കാരണം ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്താലും നിയമം നടക്കുന്നില്ല, തോന്നിവാസമാണ് നടത്തുന്നത്. ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ ഇത്തരം നടപടികൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ത്രീകളൊക്കെ കുറച്ചൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. അതില്ലാത്തതിൻ്റെ ഫലമാണ്. അതായത് നമുക്ക് വിവരം പറഞ്ഞു തരാൻ നമ്മുടെ ഗവൺമെൻറ്റിലോ രാഷ്ട്രീയത്തിലോ ആരുമില്ല. അതിൻ്റെ ഒരൊറ്റ തകരാറാണ് ഈ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറേ അധികമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇങ്ങനെ അല്ലാണ്ട് വഴിയില്ല. കാരണം നുണ പറയുന്നവരുടെ പിന്നിൽ നിങ്ങൾ കൂടിയാൽ നിങ്ങളുടെ ജീവൻ പോകും, നിങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോകും. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ നിങ്ങളുടെ പിറ്റേക്കാലമുള്ള ബാലൻസ് നിങ്ങളുടെ മക്കൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, നിങ്ങളുടെ പേരമക്കൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്.
അത് നാട്ടുകാർക്ക് കൊള്ളയടിക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? അതും എല്ലാവരും ഓർക്കണം. നിങ്ങളുടെ ബാലൻസ് നിങ്ങളെ ബാക്കിയുള്ളത് നിങ്ങളുടെ മക്കൾക്കും പേരമക്കൾക്കും ഉപയോഗിക്കാനുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ എൻ്റെ വശത്ത് കിടക്കേണ്ടി വരും, അല്ലാതെ നടക്കില്ല.